ജർമ്മനിയിൽ വന്നതിന് ശേഷം മാത്രമാണോ നീ വീഡിയോ എടുപ്പ് തുടങ്ങിയത്? അതിന് മുന്നേയുള്ള വീഡിയോ ഒന്നുമില്ലെന്ന് 1-2 പേര് ചോദിച്ചു. സോ അതിന് മുന്നേയുള്ള ഞാൻ വരുന്ന വീഡിയോ ആണിത്. ദേശം കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്വർണ്ണക്കട. അത് ഒറിജിനൽ ഗോൾഡ് സ്വർണ്ണക്കടയല്ല, അവിടുത്തെ ഒരു ആൻറ്റീക് ഷോപ്പ് പോലത്തെ ഷോപ്പായിരുന്നു. ഈ കണ്ടിട്ട് കയറാതിരിക്കാൻ തോന്നിയില്ല. സോ എൻ്റെ ലഗേജ് എല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ വന്ന് കടയിലേക്ക് കയറി. എല്ലാ സാധനങ്ങളും കാണാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂര്യൻ ചേട്ടൻ, ചന്ദ്രൻ ചേട്ടൻ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ അടുത്ത് പോയി നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ കറങ്ങി നിന്നു. അവിടെ വരുന്ന മറ്റുള്ള എല്ലാം സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ആ പരിപാടി പണ്ടേ ഇല്ലല്ലോ. വൈകുന്നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. അങ്ങനെ നേരെ പോയി ഫ്ലൈറ്റിലോട്ട് കയറി ചെന്നാണ് ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ വീഡിയോയിൽ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ആരും ഞെട്ടണ്ട, നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസനാണ്. ആൾ ഭയങ്കര ഫ്രീയും ചില്ലുമാണ്. അതുകൊണ്ട് ആളിനെ കൊണ്ട് ഞാൻ ഒരു ഫോട്ടോ അങ്ങ് എടുപ്പിച്ചു. എൻ്റെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് ചെന്ന് കയറിയുടനെ അവർ കോഫിയും കുക്കീസൊക്കെ തന്ന് നമ്മുടെ മെനു നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കണം എന്നായിരുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ബിവറേജസിൻ്റെയും മെനു കൊണ്ടുവന്ന് തന്നു. ഞാൻ എന്തോ ഒരു വായിക്കൊള്ളത്തെ ബ്രേക്ക്ഫാസ്റ്റും അതിനുള്ള ഡ്രിങ്ക്സാണ് ഓർഡർ ചെയ്തത്. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ്. ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്. പിന്നെ ബ്രെഡും പൊട്ടറ്റയും കൊണ്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. പറഞ്ഞാൽ എനിക്ക് ആ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കഴിച്ച് കഴിഞ്ഞ് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സ്വിച്ചസ് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് വിശാലമായി കാലൊക്കെ നിർത്തിച്ച് കിടന്നുറങ്ങി. മോർണിംഗ് ആയപ്പോൾ അവരൊരു വെറ്റ് ഷൂവും ഒരു മിൻറ്റിൻ്റെ ചോക്ലേറ്റും കൊണ്ടുവന്ന് തന്നു. കാരണം ഫ്ലൈറ്റ് ലാൻഡ് ആവാറായിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ അനൗൺസ്മെൻറ്റും വന്നു. അടുത്ത ഫ്ലൈറ്റ് ഖത്തറിന്നായതുകൊണ്ട് നേരെ പോയിന്ന് ബ്രഷ് ചെയ്തേക്കാന്ന് വെച്ച്. ഫ്ലൈറ്റിൻ്റെ അകത്ത് ബാത്റൂമാണിത്. അത്യാവശ്യം നല്ല നീറ്റും ക്ലീനും ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബ്രഷും പേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. ഖത്തർ എയർവേയ്സ് വരെ ഈ ഒരു കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ. എന്തൊരു നീറ്റ്നെസ്സും. ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ലാൻഡിങ് ആവാറായിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ. കണ്ട ഒരു ഫുൾ മരുഭൂമി കണക്ക് തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തോ ലൈൻസ് ഇട്ട് വെച്ചേക്കുന്ന കണക്ക്. മുകളിൽ നിന്ന് കാണുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തോ ജീവികളൊക്കെ എണ്ണിട്ട് നിൽക്കുന്ന കണക്കുള്ളൊരു ഫീലാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് കുറേ ഐലൻഡ്സ് കണക്കത്തെ പ്ലേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യൻ ചേട്ടൻ കത്തിൽ തന്നെ നിൽപ്പുണ്ട്. ആ കത്തൽ കണ്ടറിയാം ഒടുക്കത്തെ ചൂടാണെന്നുള്ളത്. എന്തായാലും ഫ്ലൈറ്റിൻ്റെ അകത്ത് ഫുൾ AC സുഖമായതുകൊണ്ട് ചൂടൊന്നും ഇപ്പോൾ അറിയാനേ പറ്റുന്നില്ല. പല ഷേപ്പിലുള്ള ഐലൻഡ്സ് നമുക്ക് കാണാം. ഇതെല്ലാം ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് എൻ്റെ ഡൗട്ട്. എന്തായാലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടേ. എന്നിട്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെനിക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് വായി നോക്കിയിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് എയർപോർട്ടിൽ പോകണ വ്യൂ ആയത്. ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബസ് ഉണ്ടായിരുന്നു. അതിൽ കയറി വിശാലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വന്നിറങ്ങിയപ്പോഴാണ് ചൂട് കാറ്റങ്ങനെ അടിച്ചത്. മുഖം വരെ പൊള്ളിപ്പോണ അവസ്ഥയായിരുന്നു. ഇവിടെയുള്ളവർ ഇത്രയും ചൂടൊക്കെ സഹിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് ഓർത്തപ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടം തോന്നി. സങ്കടിച്ചിട്ട് എന്താ കാര്യം? ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ എന്നങ്ങ് ആലോചിച്ച് സമാധാനിച്ചു. അടുത്ത ഫ്ലൈറ്റ് എനിക്ക് 9 മണിക്കാണ്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ കാണാം. ബൈ.